ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ സീലിംഗ് ലൈറ്റ്സ്, അതായത് പാനൽ ലൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫാൾ സീലിംഗിൽ വരുന്ന LED സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നും അതിൻ്റെ ഡ്രൈവ് എങ്ങനെയാണെന്നും അതിൽ കൊടുക്കുന്ന ആംബിയർ എത്രയാണെന്നും ഒരു മീറ്ററിന് എത്ര ആംബിയർ മാക്സിമം കൊടുക്കണമെന്നും ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബും ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ LED സ്ട്രിപ്പ് നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ. അതായത് നമ്മൾ ഒരു PVC ചാനലിലാണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PVC ചാനലിൽ നമ്മൾ LED സ്ട്രിപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചൂടായിട്ട് പൊളിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം LED സ്ട്രിപ്പ് നല്ല രീതിയിൽ ചൂടാവും. അപ്പോൾ ഇത് എങ്ങനെ ഒട്ടിക്കാമെന്നും അത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ PVC, അതായത് നമ്മൾ വയറിങ്ങിന് തന്നെ ഉപയോഗിക്കുന്ന 1/2 ഇഞ്ച് ചാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 ഇഞ്ച് ചാനൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ LED സ്ട്രിപ്പ് ബാക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതാണ് 1/2 ഇഞ്ച് PVC ചാനൽ വരുന്നത്. നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും. 1/2 ഇഞ്ച് കിട്ടും, 3/4 ഇഞ്ച് കിട്ടും, അങ്ങനെ പല രീതിയിലുള്ള ചാനൽസ് കിട്ടും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ പൊളിച്ച് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ അടുത്ത ചാനൽ അതിൻ്റെ ബാക്കിൽ വെച്ച് ലെങ്ത്ത് കൂട്ടി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിലേക്ക് നമ്മൾ LED സ്ട്രിപ്പ് എവിടെയാണോ വെച്ച് തുടങ്ങേണ്ടത് അവിടേക്ക് നമ്മൾ LED സ്ട്രിപ്പ് വെച്ച് തുടങ്ങണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, LED സ്ട്രിപ്പ് വെച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് LED സ്ട്രിപ്പിൻ്റെ വയർ രണ്ട് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇറക്കി വേണം ചെയ്യാനായിട്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് LED സ്ട്രിപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ വയറില്ല, LED സ്ട്രിപ്പിൻ്റെ തുമ്പത്ത് ഒരു വയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആ വയറിന് കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അതിൽ ഒട്ടിക്കാനായിട്ട്. ഇനി അതിൻ്റെ ബാക്കിൽ പശയുണ്ടാവും. ആ പശ നീല ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഉണ്ടാവും. അത് നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ പശയായിട്ടാണ് വരുന്നത്. അത് നേരെ ഇതിലേക്ക് ഒട്ടിക്കുക. ഒട്ടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ചൂടാവുന്ന സമയത്ത് ഈ പതുക്കെ LED സ്ട്രിപ്പ് പൊളിഞ്ഞു വരാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസ്കിൻ ടേപ്പ് ഒന്ന് വാങ്ങിക്കുക. അതായത് പെയിൻറ്റിങ് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മാസ്കിൻ ടേപ്പ് നമുക്ക് കിട്ടും. ഈ മാസ്കിൻ ടേപ്പ് അതിൻ്റെ ഗ്യാപ്പുകളിൽ LED ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. LED മറഞ്ഞു പോകാത്ത രീതിയിൽ മാസ്കിൻ ടേപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക. അതും നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ചാനൽ ഇതാണ്. ഈ ചാനൽ നമ്മൾ ഈ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമ്മൾ ലെങ്ത്ത് കൂട്ടി ചെയ്തിരിക്കുന്നതാണ്. അതായത് എത്രയാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഒരു റൂമിൻ്റെ അകത്ത് വരുന്നത് 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചാനൽ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. കാരണം വെച്ചാൽ ഈ ജോയിൻറ്റിൻ്റെ മുകളിലെ ക്യാപ്പ് പൊളിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒന്നിച്ച് വെച്ച് ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ വരുന്ന സമയത്ത് കോർണറിൽ 2 സ്ഥലത്ത് ജോയിൻറ്റ് വരുന്ന സമയത്ത് ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് നമ്മൾ LED സ്ട്രിപ്പ് ഇടുന്ന സമയത്ത് അത് കുറച്ച് ഗ്യാപ്പ് ഇടണം. അതായത് ഒരു 6 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ വെറുതെ ഫ്രീ ആക്കി ഇടണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിച്ചിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആക്കി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം കറക്റ്റ് അളവ് എടുക്കരുത്. കറക്റ്റ് അളവ് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ആ കർവുകൾ വരുന്ന സ്ഥലത്ത്, ഒരു ഭിത്തിയുടെ കർവ് വരുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് വളച്ച് ക്ലിയർ ചെയ്തിടണം. അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം മാസ്കിൻ ടേപ്പ് എടുക്കുക. മാസ്കിൻ ടേപ്പ് എടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ LED ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എൻഡ് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വയർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇറക്കിയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വയറിൻ്റെ അവിടെ നമ്മൾ നല്ല രീതിയിൽ ടേപ്പ് ചെയ്യും. അപ്പോൾ ഒരിക്കലും ആ വയർ അവിടെ ഒടിയില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വയർ ജോയിൻറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് LED സ്ട്രിപ്പിൻ്റെ ഏരിയകളിൽ ഒടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി മാസ്കിൻ ടേപ്പ് നമുക്ക് എങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ മാസ്കിൻ ടേപ്പ്. ഇത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പെയിൻറ്റിങ് ഷോപ്പുകളിൽ ചെന്നിട്ട് 1/4 ഇഞ്ച് ചോദിക്കണം. 1/4 ഇഞ്ച് ചോദിച്ച് വാങ്ങിക്കണം. 1/2 ഇഞ്ച് വാങ്ങിക്കരുത്. 1/2 ഇഞ്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് LED മൂടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ 1/4 ഇഞ്ച് വാങ്ങിച്ചതിന് ശേഷം കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത് ജസ്റ്റ് ഇത്രയും വീതിയേ ഉണ്ടാവുള്ളൂ. അത് 2 LED ഗ്യാപ്പിലാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. 2 LED ഗ്യാപ്പിൽ നമ്മൾ ഒട്ടിച്ച് ടൈറ്റ് ചെയ്ത് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കൊടുക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ LED മൊത്തം ഇങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വർഷങ്ങളോളം നിന്നോളൂ, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഈ മാസ്കിൻ ടേപ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം വയറിൻ്റെ അവിടെ ഒട്ടിച്ച് കൊടുക്കുക സപ്പോർട്ട് രീതിയിൽ. അതുപോലെ എല്ലാം അങ്ങനെ കറക്റ്റ് ചെയ്ത് മൊത്തം ഒട്ടിക്കുക. അപ്പോൾ നീറ്റായിട്ടിരിക്കും. ഒരിക്കലും പൊളിഞ്ഞു പോരേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ എത്ര വർഷം വർക്ക് ചെയ്താലും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാസ്കിൻ ടേപ്പ് നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെ ഒട്ടിക്കാമെന്ന് മനസ്സിലായി. ഇനി ഡ്രൈവ്, അതായത് 1 മീറ്ററിന് 1 ആംബിയർ എന്നെങ്കിലും രീതിയിലെങ്കിലും നമ്മൾ കൊടുക്കണം. അതായത് 12 വോൾട്ടിൻ്റെ 1 മീറ്ററിന് 1 ആംബിയർ എങ്കിലും കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾ 12 വോൾട്ട് 5 ആംബിയർ ഡ്രൈവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 5 മീറ്ററാണ് LED സ്ട്രിപ്പ് ഉള്ളത്. അപ്പോൾ 5 മീറ്ററിന് നമ്മൾ 5 ആംബിയർ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വാട്ട്സ് കൂട്ടുമ്പോൾ 12 വോൾട്ടേജ് ഇൻറ്റു 5 ആംബിയർ. അപ്പോൾ 60 വാട്ടാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രൈവ് വരുന്നത്. 12 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 60 വാട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ
നമ്മുടെ LED സ്ട്രിപ്പ് വരുന്നത്, LED സ്ട്രിപ്പ് 1 മീറ്റർ വരുന്നത് 6 വാട്ട് അല്ലെങ്കിൽ 7 വാട്ടാണ്. അപ്പോൾ 6×5 30 അല്ലെങ്കിൽ 36 വാട്ടാണ് LED സ്ട്രിപ്പിന് 5 മീറ്റർ എടുക്കുന്നത്. വാട്ട്സ് എപ്പോഴും കൂടിയുള്ള ആംപിയർ അഡാപ്റ്റർ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അഡാപ്റ്റർ വേരിയേഷൻ വരുന്ന സമയത്ത് കത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെ ഡ്രൈവ് കണക്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 മീറ്ററിന് 1 ആംപിയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ 5 മീറ്ററിന് 5 ആംപിയറിൻ്റെ ഡ്രൈവ്, 10 മീറ്ററിനാണെങ്കിൽ മാക്സിമം നമുക്ക് 10 ആംപിയറിൻ്റെ ഡ്രൈവ്, അങ്ങനെ വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊന്നും നോക്കാം. ഇതിൻ്റെ നോക്കിയാൽ V+, V- എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് DC വോൾട്ടേജാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ LN 240 വോൾട്ടേജ് ഇൻപുട്ട് AC എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് L, N, E എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. L എന്ന് ഉദ്ദേശിച്ച ലീഡ് വയർ, N എന്ന് ഉദ്ദേശിച്ച ന്യൂട്രൽ വയർ, E എന്ന് ഉദ്ദേശിച്ച എർത്ത് വയർ. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷനിൽ നമ്മൾ N-ലും L-ലും എന്നിലുമാണ് നമ്മൾ AC സപ്ലൈ അതിലേക്ക് കൊടുക്കുക. AC സപ്ലൈ ഡയറക്റ്റ് അതിലേക്ക് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന AC സപ്ലൈ അതിലേക്ക് കൊടുത്ത് ന്യൂട്രൽ ഫേസും കൊടുത്തു. ഇനി വരുന്നത് നമ്മൾ ഓണാക്കി, ന്യൂട്രൽ ഫേസും കൊടുത്തതിന് ശേഷം ഓണാക്കി കഴിഞ്ഞു. ഇനി നോക്കുക, നമുക്ക് ഇപ്പോൾ V- ഉണ്ട്, V+ ഉണ്ട്. ഇപ്പോൾ 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് 2 LED സ്ട്രിപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 2ആയിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കാണുന്ന V- ആണ് 2 അപ്പുറത്ത് കാണുന്നത് V+ ആണ് 2 വരുന്നത്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യം കാണുന്ന 2 V- അപ്പുറത്ത് കാണുന്നത് V+ ആണ്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ അല്ലാത്ത രീതിയിലും വരുന്നുണ്ട്. V- മാത്രം വരുന്നുണ്ട്, V+ മാത്രം വരുന്നുണ്ട്. ഇതിപ്പോൾ 2 LED സ്ട്രിപ്പ് കൊടുക്കാവുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. LED സ്ട്രിപ്പ് കണ്ടാൽ V-, ഇതൊരു LED സ്ട്രിപ്പിൻ്റെ പോയിൻ്റാണ്. നമ്മൾ LED സ്ട്രിപ്പ് 5 മീറ്ററിൻ്റെ എടുത്തതിന് ശേഷം അതിൻ്റെ ന്യൂട്രൽ വയർ കണ്ട, ആ മൈനസ് വയർ മൈനസിലേക്കും, പ്ലസ് വയർ V+ലേക്കും, V-ലേക്കും, ബ്ലാക്ക് വയർ V-ലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കൊടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ DC വോൾട്ടേജ് ആയതുകൊണ്ട് വോൾട്ടേജ് മാറിപ്പോയി കഴിഞ്ഞാൽ, വയർ മാറിപ്പോയി കഴിഞ്ഞാൽ LED സ്ട്രിപ്പ് കത്തിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ആംപിയർ കൂടി വരുന്ന കത്തിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്, തെളിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ AC-ൽ പ്രശ്നമില്ല, DC-ൽ നമ്മൾ കറക്റ്റ് പൊളാരിറ്റി കൊടുത്തിരിക്കണം. മൈനസിൻ്റെ സ്ഥാനത്ത്, V-ൻ്റെ സ്ഥാനത്ത് ബ്ലാക്ക് വയറും, V+ൻ്റെ സ്ഥാനത്ത് പ്ലസിൻ്റെ സ്ഥാനത്ത് വരുന്നത് നമ്മുടെ റെഡ് വയറും കൊടുത്ത് കറക്റ്റായിരിക്കണം. അത് DC ആയതുകൊണ്ട് കറക്റ്റായിട്ട് തെളിയാൻ വേണ്ടിയിട്ടാണ്. DC മാറിപ്പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓണായി കാണിച്ചു. അപ്പോൾ അഡാപ്റ്ററിൻ്റെ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഈ LED സ്ട്രിപ്പിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പനികളിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. 1 മീറ്ററിൽ 60 LED മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മീറ്റർ LED സ്ട്രിപ്പിൽ ഏകദേശം 6 വാട്ട് വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 6 വാട്ട് എന്ന് പറയുമ്പോൾ 6×5 30 വാട്ടാണ് ഒരു LED ബൾബ് നമ്മൾ ഒരു 5 മീറ്റർ നമ്മൾ ഓൾറെഡി എടുക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ കൂടിയ അഡാപ്റ്റർ വേണം നമ്മളെപ്പോഴും കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ലൈഫ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ആ ഫൈനൽ സ്റ്റേജ് അത് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ LED സ്ട്രിപ്പ് സ്പ്രെഡ് ചെയ്ത് വേണം ഇടാനായിട്ട്, ലൈറ്റ് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് വേണം ഇടാനായിട്ട്. നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ചാനൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത ചാനലാണ് ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അകത്തേക്ക് കൊടുത്തിരിക്കുന്ന ചാനൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ചാനൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ LED സ്ട്രിപ്പ് ഒട്ടിച്ച ആ ചാനൽ, അതായത് അറേഞ്ചിൻ്റെ ചാനൽ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ലൈൻ കറക്റ്റ് ചെയ്യാം. പക്ഷേ ലൈൻ കറക്റ്റ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലൈൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ LED സ്ട്രിപ്പിൻ്റെ ആ സെയിം ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് LED സ്ട്രിപ്പിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ പാനലിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു അലൂമിനിയത്തിൻ്റെ ഷീറ്റ് ഉണ്ടാവും. അത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെളിച്ചം തട്ടിയിടുന്ന സമയത്ത് പല രീതിയിൽ വൃത്തികെട്ട അവസ്ഥയിൽ, അതായത് മാറി പോകുന്നൊരവസ്ഥയെ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് ലൈൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അതിൻ്റെ ലൈൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ചാനൽ അടിച്ചിരിക്കുന്ന, അപ്പോൾ ആ ചാനലിൽ വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ ചാനലിൻ്റെ നിഴൽ കൂടി നമ്മൾ ഭിത്തിയുമ്പോൾ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. ആ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ LED സ്ട്രിപ്പ് ഓൺ ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്ന് നമ്മൾ കയറിയതിന് ശേഷം നമുക്ക് ഈ പറയുന്ന ചാനൽ അഡ്ജസ്റ്റ് ചെയ്തതിന് സ്പ്രെഡ് ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ ഇപ്പോഴും ഫോട്ടോയിലൊക്കെ കാണുന്ന രീതിയിലൊരു സ്പ്രെഡ് ലൈറ്റാണ് എപ്പോഴും നല്ലത്. നിങ്ങൾ കാണുന്ന രീതിയിൽ കണ്ടോ, ലൈൻ ഒരിക്കലും ഉണ്ടാവില്ല. ലൈൻ അടിക്കാത്ത രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത ലൈറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്കിപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് എങ്ങനെയാണ് LED സ്ട്രിപ്പ് കൊടുക്കേണ്ടതെന്നും എങ്ങനെ ഒട്ടിക്കണമെന്നും എത്ര ആംപിയറുള്ള അഡാപ്റ്ററുകൾ സെലക്ട് ചെയ്യണമെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കൊടുക്കണം, സ്പ്രെഡിങ് ലൈറ്റ് കിട്ടണം, എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലാന്നൊന്നും ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.